ഇബാദ്, അടിമകളുടെ മസ്ലഹത്തുകൾ. അടിമകളുടെ മസ്ലഹത്തുകൾ, മസാലിഹുൽ ഇബാദ്. മസാലിഹുൽ ഇബാദ്, അടിമകളുടെ മസ്ലഹത്തുകൾ, നന്മകൾ. അതാണ് ഇസ്ലാമിലെ മുഴുവൻ നിയമങ്ങളുടെയും അടിസ്ഥാന ലക്ഷ്യം. അടിമകൾക്ക് മസ്ലഹത്ത് കിട്ടണം, അടിമകളുടെ ഗുണം, അവരുടെ മേന്മ, അതാണ് അള്ളാഹു തആല ഇതിലൂടെ ഉദ്ദേശിച്ചത്. അള്ളാഹ്ക്ക് ഇതിന് പ്രത്യേകിച്ചൊന്നുമില്ല. ഈ മസ്ലഹത്ത് രണ്ടായിരിക്കാം, രണ്ടു തരം മസ്ലഹത്ത് ഉണ്ടാകാം. ഏതായിരിക്കും രണ്ട് മസ്ലഹത്ത് പറയാൻ പറ്റുമോ? രണ്ട് മസ്ലഹത്ത് മനുഷ്യന്മാർക്ക് ഉണ്ടാവാം. ആരോഗ്യമല്ല, അത് ഇതിന് താഴെ തന്നെയാണ്. ഒന്ന് ദുന്യവിയായത്, മറ്റൊന്ന് ഉഖ്റവിയായത്. ഒന്ന് ഇഹലോകത്തുള്ളത്, മറ്റൊന്ന് പരലോകത്തുള്ളത്. ഈ രണ്ട് മസ്ലഹത്താണ്. മനുഷ്യൻ ജീവിക്കുന്നത് ഇപ്പൊ ദുന്യാവിലാണ്, നിയമങ്ങൾക്ക് ഇങ്ങോട്ട് ഇറക്കിയത്. ഇത് കഴിഞ്ഞാൽ ജീവിക്കാനുള്ളത് ആഖിറത്തിലാണ്. ദുന്യാവ് കിട്ടി ആഖിറം പോയി എങ്കിൽ എല്ലാം കഴിഞ്ഞു. ആഖിറം കിട്ടി ദുന്യാവ് പോയി, നഷ്ടം കുറയും. അവൻ മസ്ലഹത്ത് പരിഗണിക്കുമ്പോൾ രണ്ട് മസ്ലഹത്ത്, ഒന്ന് അദ്ദുന്യവിയ്യ, രണ്ട് അൽ ഉഖ്റവിയ്യ. അദ്ദുന്യവിയ്യ, രണ്ട് അൽ ഉഖ്റവിയ്യ. അതേ കയ്യാസ് പറഞ്ഞത് ഓട്ടിക്കേറ്റ് വരുന്നുണ്ട്, ഇതൊന്നും തലയിക്കൂല. അപ്പൊ ഒന്ന് മസാലിഹുൽ ഇബാദ് അദ്ദുന്യവിയ്യ, ദുന്യാവിലുള്ള മസ്ലഹത്തുകൾ, അല്ലെങ്കിൽ അൽ ഉഖ്റവിയ്യ, ആഖിറത്തുള്ള മസ്ലഹത്തുകൾ. അപ്പൊ 5 വക്ത് നിസ്കരിക്കാൻ പറഞ്ഞു. എന്തിനാ അത്? 5 നിസ്കരിച്ചാൽ ദുന്യാവിലും കിട്ടുമോ? ഒന്നും കിട്ടില്ല, അത് ആഖിറത്തിലേക്കാണ്. മദ്യം കഴിക്കരുത് പറഞ്ഞു, ദുന്യാവിൽ മസ്ലഹത്തുണ്ട്, അതിൻ്റെ താവഴിയായി ആഖിറത്തിലും മസ്ലഹത്തുണ്ട്. ഇതിന് വേണമെങ്കിൽ അൽ ആജില എന്നും പറയാം. അൽ ആജില, അൽ ആജില. കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില, ആജില ദുനിയാവ്, ക്ഷണികമായത്. അപ്പോൾ മസാലിഹുൽ ഇബാദ് അൽ ആജില വൽ ആജില, അൽ മസാലിഹുൽ ഇബാദ് ദുനിയവിയ്യ വൽ ഉഖ്റവിയ്യ. ഇതാണ് ഇസ്ലാമിൻ്റെ മുഴുവൻ നിയമങ്ങളുടെയും അടിസ്ഥാനം. ഇസ്ലാമിൽ എന്തെല്ലാം നിയമമുണ്ടോ, വിശ്വാസകാര്യമാവട്ടെ, കർമ്മകാര്യമാവട്ടെ, ഹറാമ ഹലാലുകളാവട്ടെ, ഏതു നിയമമുണ്ടെങ്കിലും അടിമകൾക്ക് ദുനിയാവിൽ മസ്ലഹത്ത് അല്ലെങ്കിൽ ആഖിറത്തിൽ മസ്ലഹത്ത്. ഇതാണ് അല്ലാഹു തആല ആ നിയമമൊക്കെ വഴി ഉദ്ദേശിച്ചത്. ഇത് ഇല്ലാത്ത നിയമമില്ല, ദുനിയാവിലോ ആഖിറത്തിലോ മസ്ലഹത്ത് ഇല്ലാത്ത നിയമമില്ല. ചിലതിൽ ദുന്യവിയായ മസ്ലഹത്ത് ഉണ്ടാവും, ഉഖ്റവിയായ മസ്ലഹത്ത് ഉണ്ടാവും. ചിലത് ഉഖ്റവിയായ മസ്ലഹത്ത് മാത്രം ഉണ്ടാവും. ദുന്യവിയായ മസ്ലഹത്ത് മാത്രമുള്ളതാണെങ്കിലും അല്ലാഹുവിന്റെ കൽപ്പന പാലിക്കുക വഴി അതിൽ ആഖിറത്തിലേക്ക് കൂലി കിട്ടും. ആ നിലയ്ക്ക് ഉഖ്റവിയായ മസ്ലഹത്ത് ഉണ്ടാവും. അപ്പൊ ഇസ്ലാമിലെ എല്ലാ നിയമങ്ങളും അടിമകളുടെ മസ്ലഹത്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണുള്ളത്. ആ മസ്ലഹത്താവട്ടെ ദുന്യാവിലാവാം, ആഖിറത്താവാം. അപ്പൊ ഐഹികമോ പാരത്രികമോ ആയ നന്മകളെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇസ്ലാമിലെ നിയമങ്ങൾ മുഴുവനും ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഈ നന്മകൾ യാഥാർത്ഥ്യം